പ്ലാൻ ഫോർ ദ ഡേ. ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ അതിന് മുന്നേ കൂട്ടി തന്നെ ഒന്നുമല്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ തലേ ദിവസം രാത്രി തന്നെ നാളെ എന്ത് ചെയ്യണം എന്നുള്ളത് മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടതാണ്. ഞാൻ ഇന്ന് ചെയ്യുന്നത് രാവിലെ നേരത്തെ എണീറ്റിട്ട് ഇന്ന് എന്തൊക്കെയാണ് തീർക്കാനുള്ള വർക്ക്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കി. ഈ പ്ലാനിങ്ങിൽ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും ഡ്രസ് വാഷിങ്ങും എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. എന്നിട്ട് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് മുഴുവനായിട്ട് ചെയ്യാൻ ട്രൈ ചെയ്യും. ചെയ്യാൻ സാധിക്കാത്തത് എങ്ങനെയാണ് സാധിക്കാതെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പുറത്ത് പോകേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ ടൈം പോകുന്ന വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അതിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ആവും. ഇപ്പോൾ എനിക്ക് ഒരു ദിവസം ക്ലോത്ത് വാഷ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് പിറ്റേ ദിവസത്തേക്ക് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് പിറ്റേ ദിവസം ഫസ്റ്റ് ചെയ്യുന്ന ജോലി അതായിരിക്കും. അപ്പോൾ 100 ഡേ ചലഞ്ചിൽ ഡേ 3 ഇന്ന് പ്ലാൻ ഫോർ ദ ഡേ ആണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം. അതായത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം മുൻകൂട്ടി എഴുതി തയ്യാറാക്കി അതുപോലെ തന്നെ ചെയ്യുക എന്നതാണ്. ഈ ഒരു പ്ലാനിങ്ങിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനുള്ളത് അത് മാക്സിമം ഒരു ദിവസം ചെയ്ത് തീർക്കുക എന്നതാണ്. ഇതിൽ നമുക്ക് ചില സമയത്ത് ചില കാര്യങ്ങൾ നടക്കാതെ പോകും, അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്ത ദിവസം ചെയ്യുന്നതാണ്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കണം നമ്മുടെ ടാസ്ക്. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് കൊറിയേഴ്സ് കാര്യങ്ങളൊക്കെ അയക്കാനുണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കോട്ടൺ കുർത്തീസിൻ്റെ കളക്ഷൻ കാണിച്ചു തരാം. ഇത് പ്യുവർ കോട്ടൺ, സമ്മറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്യുവർ കോട്ടൺ ആണ്. വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. 4 കുർത്തയുടെ കളക്ഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ മാക്സിമം നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റിയിൽ ചെയ്ത കുർത്താസാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇട്ടിട്ടുള്ള എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പ്യുവർ കോട്ടൺ അജ്രക്ക് ബ്ലോക്ക് പ്രിൻ്റ് ഡിസൈൻസാണ് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ലൈനിങ്ങോട് കൂടിയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേത് കുർത്തിയെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതല്ലാതെ വേറെ ഏതെങ്കിലും പ്രിൻറ്റ്സ് വേണമെങ്കിൽ കൂടെ നമുക്ക് കസ്റ്റമൈസ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് കുർത്ത, ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് നമ്മൾ 3/4 സ്ലീവായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു യെല്ലോ കളറാണ്. ഇത് മാക്സിമം സ്ലീവിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലെങ്ത്തും അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉണ്ട്, 47 ലെങ്ത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വി നെക്കാണ് വന്നിരിക്കുന്നത്. യെല്ലോ ആൻഡ് പിങ്ക് കോമ്പിനേഷനാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ബ്ലോക്ക് പ്രിൻ്റിൽ തന്നെ നല്ലൊരു കളർ കോമ്പിനേഷനാണ്, ബ്ലൂ വിത്ത് യെല്ലോ ആണ് വന്നിരിക്കുന്നത്. ഇതൊരു ആഗ്രക ടൈപ്പാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 4 കുർത്തീസ്. അതിനുശേഷം എനിക്ക് കുറച്ച് കൊറിയർ അയക്കാനുണ്ടായിരുന്നു, 2 കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ചെയ്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ കൊറിയർ അയക്കാൻ റെഡി ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഓരോരുത്തർക്ക് 2 കുർത്ത 3 കുർത്ത വീതം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൊറിയേഴ്സൊക്കെ ഞാൻ സെറ്റാക്കി കൊറിയറുകാരെ നമ്മുടെ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാക്കിംഗ് ഒക്കെ റെഡിയാക്കിയിട്ട് അയച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളും അഡ്രസ്സൊക്കെ റെഡിയാക്കുമായിരുന്നു. പാക്കിംഗ് ചെയ്ത് കൊറിയർ അയച്ചു കൊടുത്തു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ്